കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ വൽക്കാലം സർവശക്തനെ ആരാധിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവം ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ ശേഷിപ്പിച്ച ദൈവ സ്നേഹത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദിവസങ്ങളിൽ സ്വർഗത്തിലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പഠിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തയ്ക്കായി വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:3 പറയുകയാണ്, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യേശു ആരാധനയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്രൻ ആരാണ്, അല്ലെങ്കിൽ ഏക സത്യദൈവം എന്താണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. സത്യം എന്ന് പറയുന്നത് എന്താ? ദൈവം ഏകനാണെന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ സ്തോത്രം. എന്ന അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ ഹല്ലേലൂയ ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളെ എന്തിനാ വിളിച്ചത്? ഏക പ്രത്യാശ. ഹല്ലേലൂയ സ്തോത്രം. ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് വായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? ഏക പ്രത്യാശയ്ക്കായി എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ വിളിച്ചതുപോലെ എന്തിനാ പ്രത്യാശ? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലേ. ഒന്നാമത് കിട്ടിയ എന്താ? വാഗ്ദത്തം. രണ്ടാമത് ന്യായപ്രമാണം. മൂന്നാമത് വിശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചു അല്ലേ. വിശ്വാസം മൂലം വാഗ്ദത്തം ലഭിക്കുമെന്നുള്ള പ്രത്യാശ. ഹല്ലേലൂയ. വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഒരേ ആത്മാവേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ദൈവശക്തിയേ ഉള്ളൂ. ഫോഷ്ക്ക് വിശ്വസിക്കും 6 ഫോഷ്കിന്റെ വ്യാപാര ശക്തിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എത്രയാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എത്ര എണ്ണം ഉള്ളൂ? ഒരു ശക്തിയേ ഉള്ളൂ. ആ ഒരു ശക്തി കൊണ്ടാണ് പ്രവചനം, വ്യാഖ്യാനം, വെളിപ്പാട്, വീര്യപ്രവൃത്തികൾ, വരങ്ങൾ, അതെല്ലാം എന്താ? ആത്മാവ് ഒന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് എത്ര കർത്താവേ ഉള്ളൂ? ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ 8:4 മുതൽ വായിക്കുമ്പോൾ ദൈവം ഒരുവനും യേശു ആരാന്നാ പറഞ്ഞേ? കർത്താവ്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ പഠിച്ചു കർത്താവ് ആരാന്നാ. ഹല്ലേലൂയ. മധ്യസ്ഥനാണ്, പ്രവാചകനാണ്, നായകനാണ്, രാജാവാണ്, പിന്നെ ഹല്ലേലൂയ സ്തോത്രം ന്യായാധിപതിയാണ്, പുരോഹിതനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ യേശുവിനെ, അതാ ഏകസത്യദൈവമായി നിന്നെ നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ. നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അവനെ ആരാക്കി വെച്ചു? ക്രിസ്തുവും കർത്താവും ദൈവം ആക്കി വെച്ചതാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആ കർത്താവ് ഒരുവൻ, പിന്നെ വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഇവർ കൊടുക്കുന്നത് അനേക സ്നാനങ്ങളുള്ളൂ. ബൈബിളിൽ സ്നാനം ഒന്നേ ഉള്ളൂ. അത് അപ്പോസ്തലന്മാർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എങ്ങനെ കൊടുത്തേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? സ്നാനം കൊടുത്തു. അപ്പോൾ സ്നാനം ഒന്ന്. പിന്നെ പറയുകയാണ് എല്ലാവർക്കും മീതെയുള്ളവനാണ്. ദൈവം ആരാ? എല്ലാവർക്കും മീതെയുള്ളവനും, പിന്നെ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ. അതാണ് ആത്മാവ് ശക്തി. കണ്ടോ, എല്ലാവരും മീതെ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ ശക്തി എല്ലാവരിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരിലും ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ദൈവവും പിതാവായവൻ എത്രയാ? അതാ ഏകസത്യതയുമായി നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ അറിവാണ് പൗലോസ് ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന്റെ 9:20 വായിച്ചാട്ടെ. യേശു തന്നെ ദൈവപുത്രൻ എന്ന് കേട്ടവരെല്ലാവരും എന്ത് ചെയ്തു? വിസ്മയിച്ചു. യേശു ദൈവപുത്രൻ എന്ന്, അല്ലെങ്കിൽ ഈ യേശു ആണ് ദൈവപുത്രൻ എന്ന് എന്ത് ചെയ്തു? പ്രസംഗിച്ചപ്പോൾ കേട്ടവരൊക്കെ എന്ത് ചെയ്തു? വിസ്മയിച്ചു. ആ 22 കൂടെ വായിച്ചാട്ടെ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച്. എന്ത് ശക്തി അവന് പ്രാപിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി. ദൈവം ആത്മാവാകുന്നു, പരിശുദ്ധ എന്ന നാമമുള്ളവൻ അവൻ ആത്മാവാകുന്നു. അതുകൊണ്ട് അവനെ എന്ത് പറയുന്നു? പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ദൈവത്തിന് എത്ര നാമങ്ങളുണ്ട്? ഉദ്ദേശം 272ഓളം നാമങ്ങൾ
ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യേശു തന്നെ ക്രിസ്തു എന്ന് എന്ത് ചെയ്തു? വായിച്ചേ. കണ്ടോ, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി. ഹല്ലേലൂയ സ്തോത്രം. യേശു തന്നെ ആരാന്ന് പറഞ്ഞ പ്രസംഗിച്ചേ? ക്രിസ്തു. ഇവിടെയൊക്കെ എല്ലാവരും എങ്ങനെയാ പ്രസംഗിക്കുന്നത്? അല്ലെങ്കിൽ യേശു പുത്രനാം ദൈവമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് പുത്രനാം ദൈവത്തിൽ വിശ്വസിക്കുന്നവനൊക്കെ എന്ത് ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ സ്തോത്രം. ഇവർ പൗലോസൊക്കെ അങ്ങനെ പ്രസംഗിച്ചോ? അല്ലെങ്കിൽ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5:19 മുതൽ ഒന്ന് വായിച്ചത് 24 വരെ. ആകയാൽ യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. വായിച്ചു. താൻ ചെയ്യുന്നതൊക്കെ അവൻ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ ആഴ്ച വായിച്ചതല്ലേ, ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. പുത്രൻ തന്റെ ദൂതൻ മുഖാന്തരം ആർക്ക് ലഭിച്ച് കൊടുത്തത്? യോഹന്നാന് കൊടുത്തത്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത് എന്ത് ചെയ്യും? ചെയ്തു തരും. അപ്പം ദൈവം ആർക്കാ കൊടുക്കുന്നത്? മഹത്വപ്പെടുന്ന ആരില്ല, പുത്രനില്ല. അല്ലെങ്കിൽ അവനെ ആരാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചപ്പോ ന്യായാധിപതി. ന്യായാധിപതി എന്ന് പറഞ്ഞാൽ ആരാ? ന്യായാധിപതി എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, ന്യായം വിധിക്കുന്നവൻ. പുരോഹിതനാണ് അല്ല എന്ത് ചെയ്യുന്നത്? ന്യായം വിധിക്കുന്നത്. മോശയാണ് എന്ത് ചെയ്തത്? ജനങ്ങൾക്കെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ന്യായവിധി നടത്തിക്കൊണ്ടിരുന്നിട്ട് മോശ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകൻ വരും, അവന്റെ വാക്ക് കേൾക്കാത്തവരൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകുന്ന പറഞ്ഞു. അപ്പോൾ ഈ ന്യായാധിപതി എന്ന് പറഞ്ഞാൽ ആരാ? പുരോഹിതൻ. അല്ലെങ്കിൽ സ്തോത്രം. വായിച്ചാട്ടെ 24 വരെ വായിക്കും. നിങ്ങൾ ആശ്ചര്യപ്പെടും വിധം ഉയർപ്പിക്കുന്ന പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവനെ ജീവിപ്പിക്കുന്നു. കാരണം എല്ലാ അധികാരം ആർക്ക് കൊടുത്തേ? സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ പുത്രന് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം. ന്യായപ്രമാണകാലത്ത് ആർക്ക് അധികാരം കൊടുത്തിരുന്നേ? മോശയ്ക്കല്ലേ? അതുപോലെ തന്നെ അഹരോനൊക്കെ എന്ത് ചെയ്തു? പുരോഹിതന്മാർക്ക്, ലേവ്യ ഗോത്രത്തിനൊക്കെ എന്ത് ചെയ്തിരുന്നു? അധികാരം കൊടുത്തിരുന്നു. അവരാണ് എന്ത് ചെയ്യുന്നത്? പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രായശ്ചിത്തം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോൾ ന്യായപ്രമാണത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ല. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ആരില്ല ജീവിക്കുന്നത്? ക്രിസ്തുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവധിയും ഇല്ല. അപ്പൊ ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പക്ഷവാതം കഴിക്കുന്ന ആരാ? ക്രിസ്തുവാ. നേരത്തെ ആരാ പക്ഷവാതം കഴിച്ചുകൊണ്ടിരുന്നേ? മഹാപുരോഹിതന്മാർ. അല്ലെങ്കിൽ വായിച്ചാട്ടെ. ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടത്. 10:41 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോട് കൂടെ തിന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി തന്നു. വായിക്കും 42 വായിക്കും. എന്തിനാ പ്രത്യക്ഷനാക്കി തന്നത്? ജീവിക്കുന്നവർക്കും മരിക്കുന്നവർക്കും ന്യായാധിപതിയായി എന്ന് വെച്ചാൽ പൗരോഹിത്യം നടത്തുന്നവനായി അല്ലെങ്കിൽ ശിക്ഷാവിധി നടത്തുന്നവനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയാ. അല്ലെങ്കിൽ സ്തോത്രം. ആരാ? ദൈവത്താൽ നിയമിക്കപ്പെട്ട ന്യായാധിപതിയാ ക്രിസ്തു. അത് പുത്രനാ ദൈവമല്ല. അവരോട് കൂടെ തിന്നു കുടിച്ചവർ പറയാ. യോഹന്നാൻ പറയും, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ നോക്കിയതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. വചനം ജഡമായി അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. 43 വരെ വായിച്ചാട്ടെ. അവൻ ഞങ്ങളോട് എന്ത് ചെയ്തു? കൽപ്പിച്ചു. 43 വരെ. അവനിൽ ആരില്? യേശു ക്രിസ്തു എന്നും ഹല്ലേലൂയ സ്തോത്രം ന്യായാധിപതി എന്നും പുരോഹിതൻ എന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത നടത്തുന്ന കർത്താവ് എന്നും ഒക്കെ എന്ത് ചെയ്തു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. എങ്ങനെയാ കിട്ടുന്നത്? അവന്റെ നാമം മൂലമാ പാപമോചനം. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്ത അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. സകല പ്രവാചകന്മാരും എന്ത് ചെയ്തു? സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യത്തെ എല്ലാം എന്ത് ചെയ്തു? ഇവര് പ്രവാചകന്മാർ പറഞ്ഞതാ പ്രവചിച്ച സാക്ഷ്യങ്ങളെയൊക്കെ ഇവരെന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. കള്ള സാക്ഷിയാക്കി മാറ്റിക്കളഞ്ഞു അവരെ. ഹല്ലേലൂയ. 10:44 വായിച്ചോട്ടെ. എങ്ങനെയാ അവർ പ്രസ്താവിച്ചത്? ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി കർത്താവായിട്ട് അവനെ വെച്ചെന്ന് പറഞ്ഞ ഈ വാക്ക്, അവന്റെ നാമം മൂലം പാപമോചനം ഉണ്ടെന്ന് പറഞ്ഞ വാക്ക് പ്രസ്താവിക്കുമ്പോൾ തന്നെ വായിക്കേ, ഈ വചനം കേട്ട എല്ലാവരും പേരും എന്ത് ചെയ്തു?
ഈ സത്യം കേൾക്കുന്നവരിൽ വരുന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ പുത്രനാ ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാൽ അവിടെ വരുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ്, അല്ലാതെ പുത്രനാ ദൈവത്തിന്റെ ആത്മാവ് വരും. ഏതാ പുത്രനാ ദൈവം? ലൂസിഫർ. അവനാണ് അത്യുന്നതനോട് ഞാൻ സമനാകും, അത്യുന്നതന്റെ മീതെ ഞാൻ ഇരുന്ന് എന്ത് ചെയ്യും, വാണരുളൂ എന്നൊക്കെ പറഞ്ഞതാരാ? അല്ലെങ്കിൽ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് വീണു. നമ്മുടെ ദൈവത്തിന്റെ ഒരു പേര് ഞാൻ പറയാം, അവന്റെ പേരാണ് നീതി സൂര്യൻ. ഈ സൂര്യന് മക്കളുണ്ടാവുമോ? മുകളിൽ കാണുന്ന സൂര്യന് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഒരു പേരാണ് നീതി സൂര്യൻ. അപ്പൊ അരുണോദയ പുത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പുത്രൻ. അരുണോദയൻ ആരാ? സൂര്യൻ. നീതി സൂര്യന്റെ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു എന്ന് ചോദിക്കുന്നുണ്ട് പിശാചിനോട്. അവൻ എന്താ പറഞ്ഞത്? അവൻ നെഗളിച്ചിട്ടും പറഞ്ഞു, ഞാൻ അത്യുന്നതനോട് സമനാകും, അത്യുന്നതന്റെ മീതെ ഇരുന്ന് എന്ത് ചെയ്യും, വാണരുളൂ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം അവനെ എന്ത് ചെയ്തു? വെട്ടി, അവന്റെ പ്രകാശത്തെ വെട്ടി അവനെ ഇരുളാക്കി എന്ത് ചെയ്തു? വിട്ട്. അവനാണ് പുത്രനാം ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഏക സത്യ ദൈവമേ ഉള്ളൂ. ജ്ഞാനമൊന്ന്, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്, അല്ലേ? എല്ലാവരും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരും ഇരിക്കുന്നവനും ഒരു. അപ്പൊ ദൈവവും ഉണ്ട്, കർത്താവും ഉണ്ട്, സ്നാനവും ഉണ്ട്, പിന്നെ ദൈവത്തിന്റെ ആത്മാവും ഉണ്ട്, എന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ അറിവ് എന്ത് ചെയ്യണം? ഈ അറിവ് അവർക്ക് ഇല്ലാതെ പോയി. അല്ലെ, ഈ വാക്ക് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും പേര് എന്ത് വന്നു? അപ്പം വചനം കേട്ട് ഏത് വചനം പ്രസംഗിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? യേശുവിനെ കർത്താവെന്നും പിതാവിനെ ദൈവമെന്നും പ്രസ്താവിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ 10:45 മുതൽ വായിച്ചാട്ടെ. പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് ആരാ പിന്നെ വിസ്മയിച്ചത്? പരിച്ഛേദനക്കാർ. ഒരു ഹല്ലേലൂയ സ്തോത്രം. ഒരുത്തൻ യഹൂദനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യായപ്രമാണ കാലത്ത് ആർക്കും യഹൂദനാകാം. യഹൂദൻ എന്ന് പറഞ്ഞ ഒരു ജാതിയല്ല. ഹല്ലേലൂയ സ്തോത്രം. പരിച്ഛേദന ഏറ്റാൽ അവൻ യഹൂദനായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ തെളിവ് ഞാൻ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 16:1 മുതൽ 3 വരെ വാക്യം വായിച്ചാൽ. അവൻ ദർബയിലും വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായ, യഹൂദ സ്ത്രീ ആരാ? അവന്റെ അമ്മ ഒന്നാരാ? യഹൂദ സ്ത്രീയായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ ആരായിരുന്നു? പൗലോസ് ഒരിടത്ത് പ്രസംഗിക്കുന്നുണ്ട്, ജാതികൾക്കും യവനന്മാർക്കും യഹൂദന്മാർക്കും പിന്നെ അപരിഷ്കൃതർക്കും എല്ലാവർക്കും എന്താ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം പറയുക ഞാൻ എന്ത് ചെയ്തിരിക്കുന്ന പറഞ്ഞേ, കടപ്പെട്ടിരിക്കുന്ന പറഞ്ഞു. അപ്പൊ യവനനായിരുന്നു ആരുടെ അപ്പൻ? തീമോഥെയോസിന്റെ അപ്പൻ. വായിക്കേ. നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു ഹല്ലേലൂയ തീമോഥെയോസ്. അവന്റെ അപ്പൻ ആരായിരുന്നു? യവനനായിരുന്നു. യവനൻ എന്ന് പറഞ്ഞ യഹൂദനല്ല കേട്ടോ, എന്ന് വെച്ചാൽ യഹൂദ മത അനുസാരിയല്ല. വായിക്കേ. പൗലോസ് ഇച്ഛിച്ച് യഹൂദന്മാരെല്ലാരും അറിഞ്ഞതിനാൽ അവരെ വിചാരിച്ചാൽ യഹൂദന്മാരെ വിചാരിച്ച് പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ അപ്പോൾ അവൻ ആരായി തീരും? യഹൂദനായി തീരും. മനസ്സിലായോ? ഇനി ഇനിയും തെളിവ് തരാം. എസ്തേറിന്റെ പുസ്തകം 8:17 വായിച്ചോട്ടെ. രാജാവിന്റെ തീർപ്പും കൽപ്പനയും എത്തിയ സകല അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലും, അല്ലേ? പട്ടണങ്ങളിലും. ഈ എസ്തേറിന്റെ പുസ്തകം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, മോർദിഖായിയെ കൊല്ലാൻ ആര് പദ്ധതി ഇട്ടു? ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ എന്ത് ചെയ്തു? പദ്ധതി ഇട്ടു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? മോർദിഖായിക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അനുകൂലമായിട്ട് ആ വിധിയെ എന്ത് ചെയ്തു? തിരിച്ചു. അല്ലെങ്കിൽ തിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാരെ കൊന്നു മുടിക്കണമെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ എന്ത് ചെയ്തു? യഹൂദന്മാരെല്ലാം എന്ത് ചെയ്തു? തിരിച്ച് അവരെ കൊല്ലുവാൻ അല്ലെങ്കിൽ യഹൂദന്മാരെ ഉപദ്രവിക്കാൻ പദ്ധതി ഇട്ടിരുന്നവരെല്ലാം എന്ത് ചെയ്തു? കൊന്നൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സംഭവിച്ച കാര്യമാണ് ഞാൻ വായിക്കുന്നത്. വായിച്ചത്. യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം ദേശത്തിലെ ജാതികൾക്ക് വീണിരുന്നത് കൊണ്ട് അവർ പലരും ജാതികൾ എന്തായി തീർന്നു എന്നാ പറഞ്ഞേ? പലരും യഹൂദന്മാരായി തീർന്നു. അപ്പൊ യഹൂദൻ എന്ന് പറഞ്ഞ ഒരു ജാതിയല്ല കേട്ടോ. എന്താണത്? ഒരു മാർഗമാണ്. എന്താ യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് അബ്രഹാമിന് കൊടുത്ത നിയമമാണ് എന്ത് ചെയ്തത്? പരിച്ഛേദന. ആ പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ എന്തായി തീരും? യഹൂദനായി തീരും. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം? സകല ജാതികളും എന്ത് ചെയ്തു?
പരിച്ഛേദനയേറ്റ് യഹൂദന്മാരോടുള്ള പേടി, അവന്റെ ദൈവത്തെക്കുറിച്ചുള്ള പേടി വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? പരിച്ഛേദനയേറ്റ് വിഗ്രഹത്തെ എല്ലാം മാറ്റി അവരെന്ത് ചെയ്തു? ഏക ദൈവത്തെ യഹൂദന്മാരോട് കൂടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു എന്ന വാഗ്ദത്തം ലഭിക്കുവോളം അവരെന്ത് ചെയ്തോണ്ടിരുന്ന? ന്യായപ്രമാണത്തിന് കീഴിൽ എന്ത് ചെയ്തു? അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഒന്ന് വായിച്ചാട്ടെ, അപ്പോസ്തല പ്രവൃത്തി 6:5 കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഇത് നിർത്തി വായിക്കും. യഹൂദ മത അനുസാരിയായ അന്ത്യോക്യക്കാരൻ കണ്ട, യഹൂദ മത അനുസാരി, യഹൂദ മതത്തിലെ അനുസരിക്കുന്നവർ പരിച്ഛേദനയേറ്റ് ആരാധിക്കുന്നവരെയാണ് യഹൂദന്മാരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 2:5 കൂടെ വായിച്ചാട്ടെ. സകല ജാതികളിൽ നിന്നും കണ്ട, സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാർ. അപ്പൊ സകല ജാതികളിൽ നിന്നും യഹൂദന്മാരുണ്ട്. യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്നവർ മാത്രമല്ല. അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനെങ്കിലും നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? പരിച്ഛേദന ഏൽപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നിയമത്തെ പെസഹയൊക്കെ ആചരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പരിച്ഛേദന എന്ത് ചെയ്യണം? ഏൽക്കണം. അല്ലെങ്കിൽ സ്തോത്രം. ഇല്ലെങ്കിൽ യഹൂദനാകണമെങ്കിൽ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. അപ്പോൾ സകല ജാതികളിൽ നിന്നും വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ. അപ്പൊ സകല ജാതികളൊന്നും ആരുണ്ട്? യഹൂദന്മാരുണ്ട്. ഇനിയും തെളിവ് തരാം. അല്ലെങ്കിൽ 10:22 കൂടെ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി തന്നെ. നീതിമാനും ദൈവഭക്തനും കണ്ട, യഹൂദന്മാരുടെ സകല ജാതി. അപ്പൊ യഹൂദന്മാരിൽ എത്ര ജാതി ഉണ്ട്? എല്ലാ ജാതിയിൽ നിന്നുള്ളവർ എന്തുണ്ട്? യഹൂദന്മാരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇനി നമ്മൾ പരിച്ഛേദന കേൾക്കണം. പുതിയ നിയമക്കാര് ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:8 മുതൽ വായിച്ചാട്ടെ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് സൂക്ഷിക്കണം. അത് മനുഷ്യരുടെ പാരമ്പര്യത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠം, മനസ്സിലായോ? ആദ്യ പാഠത്തിന് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനുള്ള ആദ്യ പാഠം എന്താ? ന്യായപ്രമാണമാണ്. പാഠം കൊടുത്തത് എന്താ? വാഗ്ദത്തം കൊടുത്തു. പക്ഷെ വാഗ്ദത്തം പ്രാപിച്ചത് എങ്ങനെയാണെന്നാ? ക്രിസ്തു വന്നതിന് ശേഷമാണ് പ്രാപിച്ചത്. അപ്പൊ അന്ന് ആദ്യ പാഠം എന്താ? വായിച്ചോട്ടെ. അല്ലാതെ ക്രിസ്തുവിനുള്ള ഒത്തവണ്ണമുള്ളതല്ല, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരവുമായി വസിക്കുന്നത്. വായിക്കേ. എല്ലാ വാഴ്ചയ്ക്കും അത് ഈ ക്രിസ്തു ആരാധനയെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകസത്യതയുമായി നിന്നെ നീ അയച്ച യേശുവിനെ. പിന്നെ എന്തിനാണ് പരിച്ഛേദന ഏറ്റത്? വായിച്ചാട്ടെ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയാരാ? ക്രിസ്തു. അതുകൊണ്ട് എല്ലാത്തിലും എല്ലാം അവനെ ആക്കി നിറവാക്കി വെച്ചു. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാക്കി ആരെ വെച്ചിരിക്കുക? ക്രിസ്തുവിനെ വെച്ചിരിക്കുക. വായിക്കേ. കണ്ട, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാണ്. കേട്ടോ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ, ആരിൽ? ദൈവത്തിൽ. ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം കൊണ്ടല്ലാത്ത കൈ കൊണ്ടല്ലാത്ത ഒന്നുകൂടെ വായിച്ച ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞത്. എങ്ങനെയാ ഉരിഞ്ഞു കളഞ്ഞത്? യേശു പരിച്ഛേദന ഏറ്റു. അല്ലെങ്കിൽ ആ സ്തോത്രം. ഏറ്റത് കൊണ്ട് നമ്മൾ നമ്മുടെ ജഡശരീരത്തിൽ നിന്നല്ല പാപത്തെ എല്ലാം എന്ത് ചെയ്തു? എങ്ങനെയാ? സ്നാനത്തോടു കൂടെ അവനോട് കൂടെ മരിക്കുക. വായിക്കുക. താഴോട്ട് വായിച്ചേ. കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദന. അപ്പൊ നമ്മൾ ആരാ? യഹൂദന്മാരാ. ഇപ്പൊ നമ്മൾ ആരായി? നമ്മളും ഇപ്പൊ യഹൂദന്മാരായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പഴയ നിയമത്തിൽ യഹൂദന്മാരെ എങ്ങനെയായിരുന്നു? പരിച്ഛേദന ഏറ്റുകൊണ്ട് അവരെന്ത് ചെയ്ത്? സകല ജാതിയിൽ നിന്ന് യഹൂദന്മാരായി. ഇപ്പൊ നമ്മളെങ്ങനെ യഹൂദന്മാരായത്? യേശു പരിച്ഛേദന ഏറ്റ നിമിത്തം യേശുവിനോട് കൂടെ നമ്മൾ എങ്ങനെയാ ചേരേണ്ടത്? യേശുവിനോട് കൂടെ മരിച്ചടക്കപ്പെടണമെങ്കിൽ യേശുവിനോട് കൂടെ സ്നാനപ്പെടണം. അപ്പൊ യേശു ഏറ്റ പരിച്ഛേദനയ്ക്ക് നമ്മളും ഹല്ലേലൂയ സ്തോത്രം പങ്കാളികളാകണമെങ്കിൽ യേശുവിനോട് കൂടെ സ്നാനം വെക്കണം. അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മളും എന്തായിത്തീർന്നു? ആത്മീയ യഹൂദനായി തീർന്നു. വായിച്ചാട്ടെ. കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദന നമുക്ക് എങ്ങനെയാ ലഭിച്ചെന്ന് താഴോട്ട് വായി. കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദന നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ലഭിച്ചത്. നേരത്തെ അവർക്ക് പഴയ നിയമ വിശുദ്ധന്മാർക്ക് എങ്ങനെയാ പരിച്ഛേദന കൊടുത്തിരുന്നേ? കൈ കൊണ്ടാണ്. അല്ലെങ്കിൽ സ്തോത്രം കൈ കൊണ്ട് പരിച്ഛേദന കൊടുത്തിരുന്നത്. ഇപ്പോഴോ? ഇപ്പൊ നമുക്ക് എങ്ങനെ പരിച്ഛേദന കിട്ടിയത്? സ്നാനത്തിൽ
നിങ്ങൾ അവനോട് കൂടെ സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അടക്കപ്പെടുക, കുഴിച്ചിടുകപ്പെടുക. അടക്കപ്പെടുകയും അതുകൊണ്ട് സ്നാനം മുഴുകി തന്നെ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി എന്താ? പരിശുദ്ധാത്മാവ്. കണ്ടോ? ദൈവത്തിന്റെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ വായിച്ചത്? ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, അല്ലേ? എല്ലാവരും കൂടി എല്ലാവരും ഇരിക്കുന്ന ദൈവം ഒരുവൻ നമ്മൾ വായിച്ചു. കണ്ടോ? ദൈവത്തിന്റെ വ്യാപാര ശക്തിക്ക് വിശ്വാസത്താൽ. കണ്ടോ? എങ്ങനെയായി നമ്മൾ യഹൂദന്മാരായത്? കൈകൊണ്ടുള്ള പരിചാരനയല്ല. യേശുവിനോട് കൂടെ സ്നാനമേറ്റ് കഴിഞ്ഞാൽ എന്റെ പാപം പോക്കി എന്നുള്ള വിശ്വാസം നിമിത്തം നമ്മളിപ്പോൾ ആരായി തീർന്നിരിക്കുന്നു? അബ്രഹാം ആരാ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു, അല്ലേ? അപ്പൊ അബ്രഹാം വിശ്വാസിയായതുകൊണ്ട് നമ്മളും ആരായി തീർന്നു? വിശ്വാസിയായി തീർന്നു. അപ്പൊ വിശ്വാസിയായി തീർന്നപ്പോൾ അബ്രഹാമിനോടാണ് വാഗ്ദത്തം കൊടുത്തത്, നിന്റെ സന്തതി. ആ സന്തതി ക്രിസ്തു അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചല്ലേ? അപ്പൊ ക്രിസ്തുവിനോട് കൂടെ ചേർന്നപ്പോൾ നമ്മൾ ആരുടെ മക്കളായി? ഇപ്പൊ അബ്രഹാമിന്റെ മക്കളായി. ഇന്ത്യയിൽ പല ജാതി ഉണ്ടെങ്കിലും നമ്മൾ ജനിച്ച ജാതിയല്ല. ഇപ്പൊ നമ്മൾ എങ്ങനെ വീണ്ടും ജനിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ആരായി തീർന്നിരിക്കുന്നു? ആത്മീയ യഹൂദന്മാരായി തീർന്നിരിക്കുന്നു. വായിക്കും 15 വരെ വായിക്കും. ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കണ്ട എങ്ങനെയാ? നമ്മൾ അഗ്രചർമ്മിക്കാരായിരുന്നു അവർ. നിങ്ങൾ അതിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ കണ്ട അവൻ അവരോടുകൂടെ. മനസ്സിലായോ? ആര്? ദൈവം പുത്രനോടുകൂടെ ജീവിപ്പിച്ച് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് എന്തായിരുന്നു? പരിച്ഛേദനയൊക്കെ ന്യായപ്രമാണമൊക്കെ വിരോധമായിരുന്നു. അനുകൂലമായിരുന്നു? വിരോധമായിരുന്ന പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുന്ന ന്യായപ്രമാണം മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ പരിച്ഛേദന ഏറ്റിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മൾ യഹൂദന്മാരായാലും എങ്ങനെയാ? യേശുവിലുള്ള വിശ്വാസത്താൽ. ഹല്ലേലൂയ, സ്തോത്രം. കൊലസ്സീർക്ക് എഴുതിയ ലേഖനം 3:9 മുതൽ 11 വരെ ഒന്ന് വായിച്ചാണ്. പഴയ മനുഷ്യനെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? അവന്റെ പ്രവൃത്തിയോടുകൂടെ എന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ ആരാ? ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ ദേവരുമായി ആരില വസിക്കുന്ന പറഞ്ഞത്? സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനം എന്താ വെച്ചാൽ അറിവ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഈ അറിവില്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു? നിത്യജീവൻ ഇല്ല. ഏകസത്യമായി നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് തന്നെ പറയാണ് പൗലോസ്, ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. നമ്മളിപ്പോ എങ്ങനെയാ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പഴയ ജാതിയല്ല. നമ്മളിപ്പോ ആരാ? ആത്മീയ യഹൂദന്മാരാ. അല്ലെങ്കിൽ പുതിയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുക. അതിൽ ആരൊക്കെ ഇല്ല? അതില് യവനനെന്നില്ല, യഹൂദനെന്നില്ല. കണ്ട, ഇനി പരിച്ഛേദനയില്ല, അഗ്രചർമ്മവും ഇല്ല. അതൊക്കെ നിന്നുപോയി. ന്യായപ്രമാണമൊക്കെ നമ്മൾ യഹൂദന്മാരായി കഴിഞ്ഞു. എങ്ങനെയാ നമ്മൾ യഹൂദന്മാരാക്കിയത്? അബ്രഹാമിന്റെ മക്കളാക്കിയത് എങ്ങനെയാ? അബ്രഹാമിനോട് പറഞ്ഞൊരു സന്തതി നിനക്ക് ഞാൻ തരും, അല്ലേ? ആ സന്തതി നിമിത്തം നീ ആകാശത്തേക്കൊന്ന് നോക്കാൻ പറഞ്ഞു. എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോളാൻ പറഞ്ഞില്ലേ? നക്ഷത്രത്തെ നോക്കിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ നിനക്ക് ഞാൻ മക്കളെ തരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ സ്തോത്രം. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് എന്ത് ചെയ്യും? മക്കളെ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ കല്ലുകളായിരുന്നു നമ്മളൊക്കെ. അല്ലെങ്കിൽ ആ സ്തോത്രം. ക്രിസ്തു മൂലക്കല്ലായിരിക്കെ ക്രിസ്തുവിനോട് കൂടെ ചേർക്കപ്പെട്ട കല്ലുകളാണ് നമ്മൾ. അല്ലെങ്കിൽ ആ സ്തോത്രം. ജീവനാകുന്ന ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളതായി തീർന്നു? ജീവനുള്ള കല്ലായി തീർന്നു. വായിക്കും. കണ്ട, ക്രിസ്തു ഇങ്ങനെ ജാതികളൊന്നുമില്ല. ക്രിസ്തു അത്തെ എല്ലാവരിലും എല്ലാമാകുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ഈ പുത്രനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അറിവുള്ളവൻ എന്തുണ്ട്? ഇതാണ് രാജ്യത്തിന്റെ സുവിശേഷം. ഇതാണ് സത്യം. ഈ സത്യമാണ് എന്ത് ചെയ്യേണ്ടത്? പ്രസംഗിക്കപ്പെടേണ്ടത്. ജാതികൾക്കുള്ള ഉപദേശം എന്താണെന്നറിയോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 15:20 വായിച്ചാണ്. ഇനി ജാതികളിൽ നിന്ന് യഹൂദന്മാരായി തീരും, ദൈവത്തിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ എന്തായി തീരുവാന്നാ? അബ്രഹാമിന്റെ മക്കളാകുക. അബ്രഹാമിന്റെ മക്കളായി തീരുന്നവരെ വായിച്ചാട്ടെ. ഈ ജാതികൾക്കുള്ള ഉപദേശം എന്താ കൊടുത്തത്? വിഗ്രഹമാലിന്യം,
പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിക്കണം. ജാതികളിൽ നിന്ന് യഹൂദന്മാരായ നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഉപദേശം എന്താ? വിഗ്രഹത്തിന് വെച്ചതായ വിഗ്രഹത്തിന് അർപ്പിച്ചതായ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. ആര് കൊണ്ട് നേർച്ച തന്നാലും എന്ത് തന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഭക്ഷിക്കരുത്. ജാതികൾക്കുള്ള ഉപദേശം കേട്ടോണം. വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, കഴുത്തറുത്ത് രക്തം കളഞ്ഞിട്ടുള്ള ആഹാരമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഭക്ഷിക്കാവുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും തല്ലിക്കൊന്നതിനെ നമ്മൾ എന്ത് ചെയ്യരുത്. ഇത് നമ്മൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം അപ്പം ഒന്ന് ഹല്ലേലൂയ സ്തോത്രം എന്തായിരിക്കണം? വിഗ്രഹാർപ്പിതം നമുക്ക് എന്ത് ചെയ്യരുത്. ആര് കൊണ്ട് തന്നാലും ഏത് നേർച്ചയാന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത്, മേടിച്ച് കഴിക്കുക. വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം. പരസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു പരസംഗം. പിന്നെ അല്ലാതെ ലോകത്തിൽ പാപം ചെയ്യുന്നതൊക്കെ പരസംഗമാണ്. അത് വെളി പറയാൻ കൊള്ളാത്ത പാവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താന്ന് പറഞ്ഞേ പരസംഗമാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ രക്തം, രക്തത്തോടു കൂടി എന്ത് ചെയ്യരുത്. ഹല്ലേലൂയ സ്തോത്രം. ജീവൻ അതിലായിരിക്കുന്നത്, രക്തത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് രക്തത്തോടു കൂടി എന്ത് ചെയ്യരുത്, ഭക്ഷിക്കരുത്. പിന്നെ എന്നിവ നിങ്ങൾ എന്ത് ചെയ്യണം, വർജിച്ചിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. 28 കൂടെ വായിച്ചാൽ 15-ന്റെ കണ്ടോ? ഇങ്ങനെ രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം ഇതൊക്കെ വർജിച്ചിരിക്കണം എന്നല്ലാതെ അധികമായതൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവാരാ ദൈവം പിതാവിന്, കേട്ടോ, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ദൈവകൃപയ്ക്ക് അല്ലെങ്കിൽ ദൈവശക്തിക്കും തോന്നിയിരിക്കുന്നു. പിന്നെ താഴോട്ട് വായിച്ചാട്ടെ. ഇത് എന്ത് ചെയ്യണം? ഇത് വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നല്ലത്. അല്ലെങ്കിൽ ഇതാ ജാതികൾക്കുള്ള ഉപദേശം. താഴോട്ട് വായിച്ചോ. ശുഭമായിരിപ്പിൻ. ഈ വചനത്തിന്റെ പേരെന്താ? ആശ്വാസവചനം. ദൈവത്തിന്റെ വചനം കൊടുത്ത വചനം, ജാതികൾക്കുള്ള വചനം എന്തോ വചനമാണ്? ആശ്വാസവചനമാണ്. ഹല്ലേലൂയ സ്തോത്രം. മറ്റേതെങ്ങനെയാ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കയ്യ്, ഹല്ലേലൂയ ജീവന് പകരം ജീവൻ. ഹല്ലേലൂയ സ്തോത്രം. ഓരോ പാപത്തിനും ഓരോ ശിക്ഷയായിരുന്നു അല്ലേ ജാതികൾക്ക് ദൈവം എങ്ങനെയാ കൊടുത്തത്? യേശുക്രിസ്തു വന്നതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്നതായ ഉപദേശമാണ് എന്താ? വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, പരസംഗം ഇവയെല്ലാം എന്ത് ചെയ്യണം? വർജിച്ചിരിക്കണം. ഇതിനകത്ത് സകലവും ഹല്ലേലൂയ സ്തോത്രം അടങ്ങിയിട്ടുണ്ട്. സകല പാവം, ഈ ലോകത്തുള്ള സകല പാവവും. എന്നാൽ എങ്ങനെ ഇതിനെ വർജിച്ചിരിക്കാൻ പറ്റും? എങ്ങനെ പറ്റും? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യും? ദൈവം ഒഴിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ പരിച്ഛേദന എന്തിനാണ് നമ്മൾ വായിച്ചല്ലോ? ഹല്ലേലൂയ സ്തോത്രം. ആ പരിച്ഛേദന നിന്നുപോയി. നമുക്കിപ്പോൾ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന ആര് തന്നു? അതെന്താ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന? സ്നാനം, കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്നാനം ഒന്ന്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഏതാ? ഒന്ന്. അത് എങ്ങനെയാ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ ആ യേശുക്രിസ്തുവിനെയും പിതാവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വീണ്ടും വരാം. അപ്പോസ്തലപ്രവൃത്തിയുടെ 12-ന്റെ 21, 22 കൂടെ വായിച്ചാട്ടെ. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത കൊണ്ട് എന്ത് ചെയ്തു? ആർത്തു. അവൻ കൃമിക്കിരയായിട്ട് എന്ത് ചെയ്തു? പ്രാണന് വിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഭേരതാവ് എന്താ പറഞ്ഞ? ഇതൊരു ദേവന്റെ ശബ്ദം. ഹല്ലേലൂയ സ്തോത്രം. ഇനി വേറെ ദേവന്മാരുണ്ട് ബൈബിളിൽ, ഞാൻ പറയാം. അപ്പൊ ഒരു ദേവന്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭേരതാവിന്റെ ശബ്ദം കേട്ടിട്ട് ജനമെല്ലാം എന്ത് ചെയ്തു? ആർത്തു. അതിനെ ദൈവം എന്ത് ചെയ്തു? അവനെ അടിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കണം. മനുഷ്യർക്കാർക്കും നമ്മൾ എന്ത് ചെയ്യരുത്? മഹത്വം കൊടുക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. എന്ന് ഓരോരുത്തർ പ്രസംഗിച്ച് കഴിയുമ്പോൾ പറയും, എന്തൊരു പ്രസംഗമായിരുന്നു. അവരെങ്ങനെയാ പ്രസംഗിക്കുന്നത്? കർണരസമാകുമാറ് ഇമ്പങ്ങളെ കൂട്ടിക്കൊണ്ട് ഒറ്റൊരു വാക്യം വായിക്കുള്ളൂ ബൈബിളിൽ നിന്ന്. 1 or 2 വാക്യം വായിക്കും. കുറിവാക്യം എന്നാണ് പറയുന്നത്. കുറിവാക്യം വായിച്ചിട്ട് എന്ത് ചെയ്യും? 3 മണിക്കൂർ നിന്ന് എന്ത് ചെയ്തോളും? ലോകകാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. 666 നമ്പരൊക്കെ പറഞ്ഞ് എന്ത്? ഹല്ലേലൂയ സ്തോത്രം. കമ്പ്യൂട്ടർ വന്നപ്പോൾ 666 കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അപ്പം ബാർകോഡ് വന്നപ്പോൾ 666 ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ 666 ഉണ്ട്. ഇവർ പറയുന്ന 666 ഒന്നും അല്ല. ഹല്ലേലൂയ സ്തോത്രം. അത് അന്ത്യകാലത്ത് അല്ല വരുവാനുള്ളത്. ഇവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് കമ്പ്യൂട്ടർ ഒന്നും അല്ല, ഈ ബാർകോഡൊന്നും അല്ല 666. ആ ദൈവത്തിന്റെ 666 എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിച്ചിരിക്കുന്ന പോലത്തെ 666 അല്ല. അല്ലെങ്കിൽ കാരണം നമ്മൾ വായിക്കുന്ന പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമ്മളിപ്പോൾ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ വെളിപ്പാട് അത് ക്രിസ്തു അബ്രഹാമിനോട് തന്നെ പറഞ്ഞു. നിന്റെ സന്തതി എന്നാ പറഞ്ഞില്ലേ? അബ്രഹാമിന്റെ സന്തതി ആരാ? ഇസഹാക്ക. പക്ഷെ ആ സന്തതിയെ കുറിച്ച് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാ പറയുന്നത്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ആ സന്തതി യേശുവാണെന്ന് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ 666 എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതല്ല.
ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദേവന്റെ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഹേരോദാവിന്റെ വാക്കിനെ ഹല്ലേലൂയ ജനങ്ങളെല്ലാം ആർത്ത് പറഞ്ഞപ്പോൾ അവനെ ദൈവം എന്ത് ചെയ്തു? അടിച്ചു. ഇനി ദേവന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി തന്നെ 14-ാം അധ്യായം 11 മുതൽ വായിച്ചാട്ടെ. ദേവൻ പൗലോസും ബർന്നബാസും ഹല്ലേലൂയ ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളത് അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ വായിച്ചു. പൗലോസും ബർന്നബാസും വായിച്ചോ ചെയ്തത് കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിനെ എങ്ങനെ വിളിച്ചേ? ഇന്ദ്രൻ എന്നും, പൗലോസ് മുഖ്യ പ്രസംഗകനായാൽ അവനെ ബുധൻ എന്നും എന്ത് ചെയ്തു? പേര് വിളിച്ചു. വായിച്ചാട്ടെ. കണ്ട, യാഗം കഴിക്കാൻ അവർക്ക് യാഗം കഴിക്കാം. പൗലോസിനും ബർന്നബാസിനും യാഗം കഴിക്കാൻ കാളയും പൂമാലയൊക്കെ ആയിട്ട് വരിക. വായിച്ചേ. ഭാവിച്ചു. ഇത് കേട്ടിട്ട് പൗലോസും ബർന്നബാസും ഹല്ലേലൂയ സ്തോത്രം എന്താ ചെയ്തത്? ഈ ഹേരോദാവിനെ പോലെ നെകളിച്ചോ? ഇല്ല. അവരെന്താ ചെയ്തേ? അവര് വസ്ത്രം കീറിയിട്ട് ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു? നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാ. ഈ വ്യർത്ഥകാര്യം വിട്ടിട്ട് എന്ത് ചെയ്യണം? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് എന്ത് ചെയ്യണം? ഇതാണ് സുവിശേഷം. ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം. ഇത് പറയാനാ പുത്രനെ ദൈവം എന്ത് ചെയ്തത്? അയച്ചത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 14:22 വായിച്ചാൽ. ഹല്ലേലൂയ സ്തോത്രം. അനേക കഷ്ടങ്ങളിലൂടെ എവിടെ ചെല്ലാൻ പോകുന്നത്? നമ്മള് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. ഇവർക്ക് വലിയ കഷ്ടമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. വലിയ കഷ്ടമുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കഷ്ടവുമില്ല. ഹല്ലേലൂയ സ്തോത്രം. കാരണം അവർ വിളിക്കുന്നത് ആരെയാ? പുത്രനാം ദൈവത്തെ. അതുകൊണ്ട് പുത്രനാം ദൈവം എന്ത് ചെയ്തു? ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ അടുത്ത് എന്ത് പോയി എന്താ പറഞ്ഞത്? അഭിഷക്തന്റെ അടുത്ത് എന്താ പറഞ്ഞേ? നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ കാണുന്ന എല്ലാം എന്റേതാ, എല്ലാം നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കഷ്ടമുണ്ട്. യഥാർത്ഥ ദൈവങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം കഷ്ടമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നോഹയുടെ കാലത്ത് ഹല്ലേലൂയ എത്ര പേരാണ് രക്ഷപ്പെട്ടത്? 8 പേരെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതിന് മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. നോഹയുടെ കാലത്ത് അവർ പെട്ടെന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. സുവിശേഷം പറഞ്ഞു. പിന്നെ ഒരു എന്ത് ചെയ്തു? പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? അത് കഷ്ടതയാണ്. ഒരു പെട്ടകം ചുമ്മാ ഉണ്ടാക്കാൻ പറ്റുമോ? ശരിക്കും കഷ്ടപ്പെട്ടല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ശരിക്കും കഷ്ടപ്പെട്ടവൻ എന്ത് ചെയ്തു? പെട്ടകം ഉണ്ടാക്കി. അപ്പൊ കഷ്ടതയിലൂടെയാണ് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ? ന്യായവിധി നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ മറ്റുള്ളവർക്കെല്ലാം ചെയ്ത് അവൻ ന്യായവിധി നടത്തിയില്ലേ? അവന്റെ വാക്കാരും എന്ത് ചെയ്തില്ല? കേട്ടില്ല. ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ കേട്ടില്ലെങ്കിൽ അവർക്ക് എന്തില്ല? നിത്യജീവനില്ല. ഹല്ലേലൂയ. നോഹയുടെ കാലം തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് സത്യസുവിശേഷം ഏറ്റെടുക്കുന്ന ഏക ദൈവത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നവർക്ക് മാത്രമാണ് എന്തുള്ളത്? സ്വർഗരാജ്യം ഉള്ളത്. ഹല്ലേലൂയ. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1:8 കൊടുത്ത് വായിച്ചാട്ടെ. നീയും എന്നോട് കൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നീയും എന്റെ കൂടെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? തിമോഥെയോസിനോട് കഷ്ടം സഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം. 2:3 കൂടെ വായിച്ചത്. ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇനി പറയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യേശു എന്താ പറഞ്ഞേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഈ സ്വർഗരാജ്യം ലഭിക്കുന്നത് എങ്ങനെയാണ്? നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? അനേക കഷ്ടങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ സ്തോത്രം. കഷ്ടമാണ് ഒന്നാമത്തെ വരം. ബൈബിളിൽ എല്ലാവരും എത്ര വചന വരത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? ആത്മാവിന്റെ വരം എത്രയാ? 9 അല്ലേ? സ്തോത്രം. ബൈബിളിൽ എത്ര വരമുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 6:23. മൊത്തം 21 വരമുണ്ട്. വായിച്ചാട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണം. അതിന്റെ അന്ത്യം എന്താ? നിത്യജീവനാണ്. അത് ഫലമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 വായിച്ചാട്ടെ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല. അപ്പൊ ഇത് ഒന്നാമത്തെ വരവാ. ക്രിസ്തുവിനോട് കൂടി ജീവിക്കാൻ മാത്രമല്ല, അവനോട് കൂടെ കഷ്ടം സഹിക്കുവാനും
നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നത്. അപ്പൊ കഷ്ടവും എന്താ? ഒരു വരവാണ്. കാരണം ഇനി റോമർ എഴുതിയ ലേഖനം 12-ന്റെ 6 മുതൽ 8 വരെ ഒന്ന് വായിക്കുന്നത്. 7 വരങ്ങളുണ്ട് അതിനകത്ത്. ആ, വെവ്വേറെ വരങ്ങൾ ഉള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തോളം, ശുശ്രൂഷ ഒരു വരമാണ്, പിന്നെ ഉപദേശം ഒരു വരമാണ്, പ്രബോധനം ഒരു വരമാണ്, ദാനം ചെയ്യുന്ന ഒരു വരമാണ്, ഭരിക്കുന്ന ഒരു വരമാണ്, കരുണ ചെയ്യുന്ന വരമാണ്. ആമേൻ, സ്തോത്രം. 1 കൊരിന്ത്യർ 12-ന്റെ 8 മുതൽ. ഒരേ ആത്മാവിനാലാണ് ഇതെല്ലാം നടക്കുന്നത്. വായിക്കേ. വിശ്വാസം, രോഗശാന്തികൾ വരം, വീര്യപ്രവൃത്തികൾ വരം, പ്രവചനം, വിവേചനം, ദൈവമത്രേ. ആമേൻ, സ്തോത്രം. 1 കൊരിന്ത്യർ 12-ന്റെ 28 കൂടെ വായിച്ചാൽ. കണ്ടോ? വീര്യപ്രവൃത്തി, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, വിവിധ ഭാഷാവരം. ആമേൻ, സ്തോത്രം. ഇനി ഫലങ്ങളൊന്ന് വായിച്ചാട്ടെ. ഫലങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-15 വായിച്ചാട്ടെ. ഒന്നാമത്തെ ഫലം എന്താ? അധരഫലം. ഹല്ലേലൂയ, സ്തോത്രം. അധരഫലം എന്ന സ്തോത്രയാഗം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. 2 ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-22 മുതൽ വായിച്ചു. ആത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, അടുത്ത ഹല്ലേലൂയ ഫലങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-24. നീതിയും വിശുദ്ധിയാണ് അടുത്ത ഫലം. അല്ലെങ്കിൽ 5-9 കൂടെ വായിച്ചാട്ടെ. അതിന്റെ സകല സൽഗുണവും നീതിയും. ആമേൻ, സ്തോത്രം. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-17 കൂടെ വായിച്ചാട്ടെ. കണ്ട, ഏറിയ ഫലം. ദാനം ഒരു ഫലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-11 കൂടെ വായിച്ചാട്ടെ. യേശുക്രിസ്തുവിനാൽ നീതിഫലം. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ഫലമാണ്? നീതിയുടെ ഫലം. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-1 കൂടെ വായിക്കും. കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം. അപ്പൊ പ്രവൃത്തിയുടെ ഫലം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ വരങ്ങളും ഫലങ്ങളും എന്ത് ചെയ്യണം? നമ്മളില് ഹല്ലേലൂയ, സ്തോത്രം ഉണ്ടാകണം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-11 കൂടെ വായിച്ചാൽ. തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ കഷ്ടങ്ങളോടെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവരാജ്യത്തിലേക്ക്. ആ മഹത്വമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ഉള്ളത്? അവിടെ കഷ്ടമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഭൂമിയിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. എന്നിട്ട് യേശു എന്താ പറഞ്ഞേ? അല്ലെങ്കിൽ സഹിക്കാവുന്നതിന് മീത പരീക്ഷ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തരികയില്ല. പരീക്ഷയോടുകൂടെ നിങ്ങൾക്ക് എന്തും തരുമെന്ന് പറഞ്ഞേ. പോകുമ്പോഴേ തരും. അപ്പൊ നമുക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം. ഞാൻ എന്ത് ചെയ്ത് വെക്കുന്നു? അല്ലെങ്കിൽ ഈ ലോകത്തെ ജയിച്ചിരിക്കുക. അപ്പൊ ജയക്രിസ്തുവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനെ അറിയണം. അല്ലെങ്കിൽ ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച യേശുവിനെ. ഈ യേശു ആരാന്ന് പറഞ്ഞത്? ജയക്രിസ്തുവാ. ഈ ലോകത്തെ ജയിച്ചവനാ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാനാണ് പറഞ്ഞേക്കുന്നത് യേശു. അവനെ കർത്താവായിട്ട് എന്ത് ചെയ്യണം? നമ്മളിൽ അവനെ എന്ത് ചെയ്യണം? വിശദീകരിക്കണം. എങ്ങനെ വിശദീകരിക്കണം എന്ന് പറഞ്ഞേ?
കർത്താവായിട്ട് വിശദീകരിക്കാനാ പറഞ്ഞേക്കുന്നത്, അല്ല പുത്രനാം ദൈവമായിട്ട് വിശദീകരിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 7:15 മുതൽ വായിച്ചത്. അവർ അകമേ എങ്ങനെയുള്ളവരാന്ന് പറഞ്ഞ, ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ഈ പാസ്റ്റർമാരൊക്കെ എങ്ങനെയുള്ളവരാന്ന് പറഞ്ഞേ, അവരകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അവരെ എങ്ങനെ അറിയാം? അവരുടെ ഫലങ്ങളാൽ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ഞെരിഞ്ഞിരിൽ നിന്ന് അത്തിപ്പഴവും ആകുമോ? നല്ല വൃക്ഷമൊക്കെ എങ്ങനെയും ഈ രാജ്യത്തിൽ കടക്കാനുള്ളവരിലെല്ലാം എന്തുകൊണ്ടാവും? നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത ഫലം കായ്ക്കുന്നു. കഴിയില്ല, തീയിലിടുന്നു. ആകയാൽ അവരെ എങ്ങനെ അറിയാം? അവരുടെ ഫലത്താൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫലങ്ങൾ വായിച്ചായിരുന്നല്ലേ? അല്ലെങ്കിൽ ആസ്ത്രത്തിൽ 16 ഫലങ്ങൾ വായിച്ചാൽ ഈ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. വായിക്കും. എന്നോട് കർത്താവേ കർത്താവേ ഏവനുമല്ല. യേശു എന്നാ പറഞ്ഞത്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. അപ്പൊ യേശു തന്നെ പറഞ്ഞത് അവൻ ആരാന്നാ പറഞ്ഞേ? കർത്തൃത്വം നടത്തുന്നവനാ, ന്യായാധിപതിയാ, അല്ലെങ്കിൽ ആസ്ത്രത്തിൽ പുരോഹിതനാന്ന് അവൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അല്ലെങ്കിൽ വായിച്ചാട്ടെ. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ഏക സത്യതയുമായി നിന്നെ നീ അയച്ച യേശുവിനെ. കണ്ടോ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യുന്നത്? പ്രവേശിക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഒരുപാട് പ്രവചനമൊക്കെ നടത്തി. യേശുവിന്റെ നാമത്തിലാണ് ഇവർ പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആത്മാവേദ ഭോഷ്കിന്റെ വ്യാപാര ശക്തിയാ. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തില്ലയോ? ആ നാളിൽ എന്ത് ചെയ്യും? പുത്രനാം ദൈവത്തെ വിളിച്ചവരൊക്കെ ആ നാളിൽ എന്ത് ചെയ്യും? പറയും. അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാൾ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അല്ലെങ്കിൽ സ്തോത്രം. കാരണം പുത്രനാം ദൈവം എന്ന് പറഞ്ഞില്ല വിളിച്ചേ. പുത്രനാം ദൈവമാണോ അവൻ? അല്ല. അതുകൊണ്ട് അവൻ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. പിന്നെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ 27 വരെ വായിച്ചോ. തീർത്ത് പറയും. ആകയാൽ കണ്ട ഈ വചനങ്ങളെ കേട്ട്, ഏത് വചനങ്ങളെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകസത്യതയുമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ വചനം കർത്താവ് പറഞ്ഞല്ലേ ഞാൻ ആരാന്ന്? താൻ തന്നെ പറഞ്ഞു താൻ ആരാന്നും തന്റെ പിതാവ് ആരാണെന്നൊക്കെ ദൈവപുത്രൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വെളിപ്പെടുത്താനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ സ്തോത്രം. പിന്നെ ഈ വാഗ്ദത്തം നമുക്ക് എന്ത് ചെയ്യാം? വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനേക്ക് നമ്മളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ സ്തോത്രം. വായിച്ചാൽ തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു. ആരാ പാറമേൽ പണിത? പാറ ആരാ? ക്രിസ്തു. ക്രിസ്തു ആകുന്ന പാറമേൽ പണിതവനായിരിക്കുന്നു. വായിക്കേ. പാറമേൽ അടിസ്ഥാനം ഇട്ടു. അപ്പൊ ഈ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കഷ്ടതയോട് കൂടെ എന്താ എങ്ങോട്ട് പോകേണ്ടത്? സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടത്. അപ്പൊ ഈ കഷ്ടങ്ങളൊക്കെ വരുമ്പോഴും ദൈവമക്കൾ എന്ത് ചെയ്യില്ല? വീഴില്ല. അല്ലെങ്കിൽ ആസ്പത്രി നമ്മളൊക്കെ എത്ര ദിവസം 6 ദിവസമൊക്കെ ഒന്നുമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? പട്ടിണി ഇരുന്നിട്ടുണ്ട്. നമ്മൾ പോയാൽ വേറെ എവിടെയെങ്കിലും. അല്ലെങ്കിൽ ആസ്പത്രം എന്തുകൊണ്ട് പോയില്ല? കഷ്ടതയിൽ നമ്മൾ എന്ത് ഈ സത്യദൈവത്തെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? നമ്മൾ ആരാധിച്ചു. അതുകൊണ്ട് ദൈവം നമ്മളെ എന്ത് കൈവിട്ടോ? അല്ലെങ്കിൽ സ്തോത്രം. ബുദ്ധിമുട്ടും പ്രയാസം പട്ടിണിയും അല്ലെങ്കിൽ ഒരുപാട് സഹിച്ചിട്ടും എന്ത് ചെയ്തില്ല? കർത്താവിന്റെ നാമത്തെ എന്ത് ചെയ്തില്ല? ഒറ്റിക്കൊടുത്തില്ല. യേശുവിനെ ഒറ്റിക്കൊടുത്തില്ല. അല്ലെങ്കിൽ സ്തോത്രം. യേശുവിന്റെ നാമത്തെ എന്ത് ചെയ്തില്ല? ഒറ്റിക്കൊടുത്തില്ല. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിലനിർത്തിക്കൊണ്ടിരിക്കുക. അത് പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന ആര്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ വകയ്ക്കൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ഉറച്ചിരിക്കുക. അല്ലെങ്കിൽ സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ ഉറച്ചത്? അല്ലെങ്കിൽ സ്തോത്രം. ഈ നാമത്തിൽ വരുന്നവർക്ക് കഷ്ടതയുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്തു? കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിന്നല്ല കേട്ടോ. അല്ലെങ്കിൽ സ്തോത്രം. നമ്മൾ യുവതാള ലേഖനത്തിൽ വായിച്ചില്ലേ കഴിഞ്ഞ ആഴ്ചയൊക്കെ? വീഴാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്തു? നിർത്തിയതാ. ഒരുത്തൻ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ നിർത്തിയത് ആരാ? ദൈവം നിർത്തി. അല്ലെങ്കിൽ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവം നിർത്തി. വായിച്ചാട്ടെ. മണലിന്മേൽ വീട് എന്ന് വെച്ചാൽ അടിസ്ഥാനമില്ല. ഇവർക്ക് ദൈവത്തിന് പേരില്ല, അടിസ്ഥാനമില്ല, സ്നാനമില്ല, സ്നാനത്തിന് പേരില്ല. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ പേര് കൊടുക്കാനാണ് പറഞ്ഞത്. പേരില്ല, നാളില്ല, ആലല്യ സ്തോത്രം ഒന്നുമില്ല, ഉപദേശമില്ല,
ഹല്ലേലൂയ സ്തോത്രം ഇവർ ചെയ്യുന്ന എല്ലാം വിപരീത ഉപദേശമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഇവർ എങ്ങനെ എവിടെ അവരുടെ അടിസ്ഥാനം എവിടെയാ? മണലിന്മേലാ കെട്ടിയിരിക്കുന്ന അവരുടെ അടിസ്ഥാനം. ഈ തൃത്വം എന്നുള്ള സഭ മണലിന്മേൽ പണിതിരിക്കുന്ന, ക്രിസ്തുവിൽ പണിതിരിക്കുന്നതല്ല, ആ മണലിന്മേൽ പണിതിരിക്കുന്നു. ആ അതിന്റെ വീഴ്ച വലിയതാകുന്നു. വീഴ്ച ഉണ്ട്. എന്നാ വീഴ്ച? വൻമഴ ചൊരിയും. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ കാറ്റടിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വരവില് ഹല്ലേലൂയ സ്തോത്രം ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 5:20 ഒന്ന് വായിച്ചാട്ടെ. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം എങ്ങനെ വന്നു? ഇടയിൽ ചേർന്ന് വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ, നമ്മളിപ്പോ എങ്ങനെ ആത്മീയ യുവതന്മാരായി. ഈ ന്യായപ്രമാണം എന്ത് ചെയ്തു? ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാവം പെരുകിയെടുത്ത് എന്ത് ചെയ്തു? കൃപ അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്നത്. കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കൃപ എങ്ങനെ കിട്ടെ? നമ്മുടെ കർത്താവായ യേശു. കർത്താവാണ് യേശു. യേശു മുഖാന്തരം നീതിയാൽ നിത്യജീവന് വേണ്ടി വാഴേണ്ടതിന് തന്നെ. ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3:5-6 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങൾ പറയുന്നു, വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? മുന്നമേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കണം. വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ലെങ്കിൽ എവിടെ പോവില്ല? ദൈവരാജ്യത്തിൽ. വെള്ളത്താൽ എങ്ങനെയാണ് ജനിക്കുന്നത്? സ്നാനം ആരിലൂടെ ആയിരിക്കണം? യേശുവിനോട് കൂടെ ആയിരിക്കണം സ്നാനം. പിന്നെ ആത്മാവ് ആരുടെ ആത്മാവാ? ദൈവത്തിന്റെ ശക്തി നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. മറ്റൊരു വ്യാപാര ശക്തി എന്ത് ചെയ്തു? AD 325 എന്ത് ചെയ്തു? വേറൊരു ശക്തി വന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് അന്നേ വ്യാപരിക്കുന്നുണ്ടല്ലോ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്നാ പൗലോസ് പറഞ്ഞേ അല്ലേ? വഴിയിൽ നിന്ന് തടുക്കുന്നവൻ മാറുക മാത്രം വേണം. അപ്പം മർമ്മം അന്നേ ഉണ്ടായിരുന്നു, അധർമ്മമൂർത്തി എന്നേ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 14:17 മുതൽ വായിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് അനേകർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥന നടത്തുന്നുണ്ട്, കൺവെൻഷൻ നടത്തുന്നുണ്ട്. എല്ലാത്തിനും എന്തിനാ മുഖ്യത്വം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഭക്ഷണത്തിനാണ് മുഖ്യത്വം കൊടുക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മുന്നമേന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് പറഞ്ഞത് അല്ലേ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ദൈവത്തിലുള്ള സന്തോഷം. ഹല്ലേലൂയ സ്തോത്രം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 6:12 മുതൽ വായിച്ചത്. സത്യദൈവം ഇങ്ങനെ അരുളി ചെയ്യുകയാണ്. യഹോവ എന്ന് പറഞ്ഞ യേശു കേട്ടോ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മൂള എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടല്ലോ. ഇത് പ്രവചനോ? ആരെ പ്രവചിക്കുന്നേ? സഖരിയാവ്. അവൻ തന്റെ മുളയിൽ നിന്ന് മുളച്ചു വന്നിട്ട് എന്ത് ചെയ്യും? യഹോവയുടെ മന്ദിരം പണിയും. ഹല്ലേലൂയ സ്തോത്രം. ഇത് പ്രവചനം കേട്ടോ. ഈ മുള ആരാ? ക്രിസ്തു. ഹല്ലേലൂയ സ്തോത്രം. മന്ദിരം പണിയും. മന്ദിരം ആരാ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിച്ചവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ നമ്മൾ ആരാ? ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ സ്തോത്രം. ശലോമോന്റെ കാലത്ത് എന്ത് ചെയ്തു? ആലയം വന്നല്ലേ? ന്യായപ്രമാണ കാലത്ത്. അത് സ്വർഗത്തിന്റെ നിഴലായിരുന്നു. പൊരുൾ എന്നതോ ആരാന്ന് പറഞ്ഞേ? ക്രിസ്തുവാ. ക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ ആരാ മന്ദിരം? നമ്മൾ ഓരോരുത്തരും ആരാന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ. അവൻ മുളച്ചു വന്നിട്ട് എന്ത് ചെയ്യും? ദൈവത്തിന്റെ മന്ദിരം പണിയും. അവൻ വന്നിട്ടാണ് നമ്മളെ പണിതത്. മുളയാരാ? ക്രിസ്തു. കണ്ടോ? സഖരിയാവ് പ്രവചിച്ച മുള അവൻ ക്രിസ്തു. അവൻ വന്നത് എന്തിനാ? നമ്മളെ അല്ലെങ്കിൽ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരമാക്കി പണിയാനാ, ദൈവത്തിന് വസിക്കാൻ വേണ്ടി. മനസ്സിലായോ? ഒരുക്കാൻ വേണ്ടി വന്ന നമ്മളെ. ഇത് പ്രവചിക്കുകയാണ്. ആ മുള വന്ന് വായിച്ചട്ടെ. 13 വരെ വായിച്ചട്ടെ. അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ ആരായിരിക്കും എന്ന് പറഞ്ഞേ? പുരോഹിതനായിരിക്കും. അവൻ ആരായിരിക്കും? യേശു ആരായിരിക്കും? പുരോഹിതനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. മന്ദിരത്തിൽ വരും അവൻ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നമ്മളെ മന്ദിരമായിട്ട് പണിയും. പിന്നെ അവൻ സിംഹാസനത്തിൽ ഇരുന്ന് എന്ത് ചെയ്യും? വാഴും. പിന്നെ അവൻ ആരായിരിക്കും എന്ന് പറഞ്ഞേ? സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാരാ? പുരോഹിതനായിരിക്കും എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നു. ഇവൻ ആരായിരിക്കും എന്ന് പറഞ്ഞേ? പുരോഹിതനായിരിക്കും. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3:1 മുതൽ 6 വരെ വായിച്ചു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ ഈ പ്രവചനമൊക്കെ നിവർത്തിക്കുക കേട്ടോ. വായിച്ചോട്ടെ.
സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താ? അയക്കപ്പെട്ടവൻ. അർത്ഥം എന്താ? ഒന്നാമത്തെ അപ്പോസ്തലൻ ആരാ? യേശു കർത്താവ്. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ഇവനെ ആരായിരിക്കുമെന്നായോ സെഖരിയ പ്രവചിച്ചത്? ദൈവത്തിന്റെ മന്ദിരത്തിൽ അവൻ എന്ത് ചെയ്യും? സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. പിന്നെ അവൻ എല്ലാവർക്കും ആരായിരിക്കും? പുരോഹിതനുമായിരിക്കും എന്ന് പറഞ്ഞേ. വായിച്ചാട്ടെ. ശ്രദ്ധിച്ചു നോക്കുവിൻ. കണ്ടോ? ഈ പുരോഹിതനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. എന്നിട്ട് മോശയായിട്ട് കമ്പയർ ചെയ്യാം. മോശ ദൈവഭവനത്തിലൊക്കെ ആരായിരുന്നു? വിശ്വസ്തനായിരുന്ന നിയമിച്ചാക്കിയവന്. കണ്ടോ? നിയമിച്ചാക്കിയതാരാ? പിതാവായ ദൈവം. അപ്പൊ അവനോട് തുല്യനാക്കും ആര്? പെന്തക്കോസ്തുകാർ അവനോട് ആര്? പിതാവിനോട് തുല്യമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തുല്യനാണോ ഇരിക്കുന്നത്? ആരാന്ന് പറഞ്ഞ അവിടുത്തെ പുരോഹിതനാ. ന്യായപ്രമാണകാലത്ത് എങ്ങനെ? നമുക്ക് ആദ്യം കിട്ടിയത് വാഗ്ദത്തം അല്ലേ? രണ്ടാമത് കിട്ടിയ ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ ജനങ്ങളുടെ പാവം പോക്കിക്കൊണ്ടിരുന്നത് ആരായിരുന്നു? പുരോഹിതൻ പോയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കാളയൊക്കെ എന്ത് ചെയ്തു? ആട്ടുകൊറ്റനെയൊക്കെ എന്ത് ചെയ്തു? യാഗം കഴിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാരം വരുത്തിക്കൊണ്ടിരുന്നല്ലേ? എന്നാൽ യേശു എന്ത് ചെയ്തു? സ്വന്തം രക്തം തന്നെ എന്ത് ചെയ്തു? ചിന്തി നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ദൈവം തന്നെ അല്ലെങ്കിൽ പുരോഹിതൻ തന്നെ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. വായിച്ചാട്ടെ, 6 വരെ വായിക്കും. ഭവനത്തെക്കാളും ഭവനം പണിതവന് അധികം മാനമുള്ളതുപോലെ യേശുവും അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. 6 വരെ. ഏത് ഭവനം പണിയുവാൻ ഒരാൾ വേണം. കണ്ടോ? ഏത് ഭവനം പണിയാൻ ആര് വേണം? ഒരാൾ വേണം അല്ലേ? എല്ലാം നിർമ്മിച്ചവൻ ആരാന്ന് പറഞ്ഞേ? ദൈവം തന്നെയാണ്. 3-4 പേരൊന്നും അവിടെ ഇല്ല. ദൈവം തന്നെയാണ് എന്ത് ചെയ്തത്? എല്ലാം നിർമ്മിച്ചത്. അവന്റെ ഭവനത്തിൽ ദൈവം എല്ലാം നിർമ്മിച്ചു. കഴിഞ്ഞ ആഴ്ച എബ്രായ ലേഖനത്തിൽ തന്നെ പഠിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായിട്ട് അവരെല്ലാം എന്ത് ചെയ്തു? കാത്തുകൊണ്ടിരുന്നു. അപ്പൊ എല്ലാം നിർമ്മിച്ചവൻ ദൈവം തന്നെയാണ്. ആ ഭവനത്തില് മോശ ആരാന്ന് പറഞ്ഞേ? വിശ്വസ്തനായിരുന്ന ഭൃത്യനായിട്ടുള്ള അത്ര. ക്രിസ്തുവോ? കണ്ടോ? ക്രിസ്തുവോ പുത്രനാ ദൈവമോ? അങ്ങനെയാണോ? ക്രിസ്തുവോ എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷക്തനോ അവന്റെ ഭവനത്തിലൊക്കെയും അധികാരിയായ പുത്രൻ തന്നെ. അധികാരിയായ മകനാ. ദൈവത്തിന്റെ സ്വന്തം മകനാ. അതുകൊണ്ട് അവനില്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഈ ക്രിസ്തു ഇല്ലാതെ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ യേശുവിനെ ആരായിട്ട് വിശദീകരിക്കണം നമ്മുടെ ഹൃദയത്തില്? എൻ്റെ വീട്ടിലെ എല്ലാ കർത്തൃത്വവും എൻ്റെ എല്ലാ കാര്യവും നടത്തി തരുന്ന കർത്താവ് ആരാ? യേശുവാണ്. ആ കർത്താവിനെ ഇവരെ ആരാക്കി മാറ്റി? ലൂസിഫറിനോട് സമനാക്കി കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ലൂസിഫറിനോട് സമനാക്കി കളഞ്ഞു. യേശു ലൂസിഫറിനോട് സമനാണോ? അവനാ പറഞ്ഞ പുത്രനാ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആരായി തീർന്നു? നമുക്ക് ആരായിരിക്കും എന്ന് പറഞ്ഞേ സെഖരിയാവ്? പുരോഹിതനായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പൗരോഹിത്യം വഹിക്കും. നമ്മുടെ പാപത്തിന് വേണ്ടി എല്ലാം വന്ന് പൗരോഹിത്യം കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു യാഗം കഴിക്കുകയല്ല ചെയ്യുന്നത്. പറഞ്ഞാൽ മതി, ഇവിടെ ചെയ്യും. കാരണം ഇവൻ യാഗമായി. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2:7. പുരോഹിതൻ ആരാ? ദൂതനാ. പുരോഹിതൻ ആരായിരിക്കും? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാ. നമുക്ക് വേണ്ടി മധ്യസ്ഥൻ. മനസ്സിലായോ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രവചനപരം എല്ലാ കാര്യവും ലഭിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തുവിലൂടെയാ. ഭാഷാവരം നൽകുന്നത്, വീര്യപ്രവൃത്തിയുള്ള വരം നൽകുന്നത് എല്ലാം ആരിലൂടെയാ? യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോഴാണ് ആ ദൈവശക്തി നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പം ദൂതൻ ആരാ? പുരോഹിതന്റെ ജോലി എന്താ? അവൻ ദൂതനായിരിക്കും. വായിച്ചു 7. അപ്പൊ ആരോട് വേണം ഉപദേശം ചോദിച്ചു പഠിക്കാൻ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞത്, നിന്റെ അടുത്ത് ജീവന്റെ മൊഴികൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിന്റെ അടുത്ത് എന്തുണ്ട്? ജീവന്റെ മൊഴികളുണ്ട്. മലാക്കി എങ്ങനെ പ്രവചിക്കുന്നേ? ഉപദേശം ആരോട് ചോദിക്കണം? ദൂതനോട് ചോദിക്കാം. അപ്പൊ പുരോഹിതൻ ആരാ? ദൈവത്തിന്റെ ദൂതന. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 9:9 വായിച്ചാട്ടെ. സിയോൻ പുത്രിയെ പ്രവചനം അതൊക്കെ കേട്ടാ. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഈ വാഗ്ദത്തമൊക്കെ ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ചാ. ആ വാഗ്ദത്തം കിട്ടുന്നിടം വരെയാണ് ന്യായപ്രമാണം പറഞ്ഞിരുന്നത്. വായിച്ചാട്ടെ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ ആരാണ്? നീതിമാനാണ്, ജയാശാലിയാണ്, താഴ്മയുള്ളവനാണ്.
കയറി വരുന്നു. ആ ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും യെരൂശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. കടവിലും ഒടിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. മതി. മത്തായിയുടെ സുവിശേഷം 21:4. സിയോൻ പുത്രിയോട് ഇതാ, നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തോ വാഹന മൃഗത്തിന്റെ. കണ്ട, ഈ പ്രവചനമൊക്കെ നിവർത്തിച്ചു. അപ്പൊ അവൻ ആരായിട്ടാണ് വന്നത്? ഇവിടെ രാജാവായിട്ടും പുരോഹിതനായിട്ടും നിയമദൂതനായിട്ടുമാണ് ആര് വന്നത്? യേശു കർത്താവ് വന്നത്. അതുപോലെ ഈ സ്തോത്രം ഒരു മനുഷ്യന്റെ നിയമമായാലും അല്ലെങ്കിൽ അവൻ ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാൻ, അത് മാറ്റിക്കൂടാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം ആദ്യം തന്നത് വാഗ്ദത്തമാണ്. അത് നിവർത്തിക്കാനാണ് പുത്രനെ അയച്ചെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലേ? അല്ലെങ്കിൽ ആ സ്തോത്രം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:19 വായിച്ചല്ലേ? ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച ഏത് പുരോഹിതൻ വരുമെന്ന് ആര് പ്രവചിച്ചു? സഖരിയ പ്രവചിച്ചു. പിന്നെ മലാക്കി പ്രവചിച്ചു അല്ലേ? അല്ലെങ്കിൽ ആ സ്തോത്രം ഇങ്ങനെ യെശയ്യാ പ്രവചിച്ചു. അങ്ങനെ ദാവീദ് പ്രവചിച്ചു. അല്ലെങ്കിൽ ആ സ്തോത്രം മോശ പ്രവചിച്ചു. പിന്നെ അല്ലെങ്കിൽ ആ സ്തോത്രം അതിന്റെ അനേകർ എന്ത് ചെയ്തു? പ്രവചിച്ചു. അല്ലെങ്കിൽ ആ സ്തോത്രം വായിച്ചട്ടെ. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം ന്യായപ്രമാണം. കേട്ടോ, ലംഘനങ്ങൾ നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താ? പാപം നിമിത്തം കൂട്ടിച്ചേർത്തതാ. കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ. ഏത് മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചേ? ദൂതൻ മുഖാന്തരം. ന്യായപ്രമാണം ആരുടെ കയ്യിലാണ് കൊടുത്തേ? മോശയുടെ കയ്യിൽ. ആ മധ്യസ്ഥന്റെ പേരെന്നാ? മോശ. ദൂതൻ മുഖാന്തരം മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചതുമാകുന്നു. ഒരുവൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരില്ല. ദൈവമോ ഒരുവൻ മാത്രം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 7:53. ആർക്ക്? യേശുവിനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകങ്ങളുമായി തീർന്നു. നിങ്ങൾ എങ്ങനെ ലഭിച്ചത്? ദൂതന്മാരുടെ നിയോഗങ്ങളായി. ന്യായപ്രമാണം എങ്ങനെയാ പ്രാപിച്ചത്? ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായിട്ടാണ് എന്ത് ചെയ്തത്? മോശയുടെ കയ്യിൽ കൊടുത്തത്. പ്രാപിച്ചെങ്കിൽ പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? കോപപരവശരായി. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ ന്യായപ്രമാണം കിട്ടിയത്? ദൂതൻ മുഖാന്തരം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം എല്ലാവർക്കും ഒരു മധ്യസ്ഥൻ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതാരാ? ക്രിസ്തുവ. ന്യായപ്രമാണത്തിൽ ആരില്ലായിരുന്നു? മധ്യസ്ഥനല്ല. ദൈവം ഒരുവനേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യസ്ഥൻ ആരും ഇല്ലായിരുന്നു. അല്ലെ, അത് ദൂതൻ മുഖാന്തരം ഏത് മധ്യസ്ഥന്റെ കയ്യിലാണ് കൊടുത്തത്? മോശയുടെ കയ്യിലാണ് കൊടുത്തത്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:11 മുതൽ വേഗത്തിൽ വായിച്ചാട്ടെ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നുവെങ്കിൽ. അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മളിപ്പോൾ സഖരിയാ പ്രവാചക പുസ്തകത്തിൽ വായിച്ചു. മുള എന്ന് പേരുള്ളവൻ വരും, അവൻ സിംഹാസനത്തിൽ ഇരുന്ന് വാണരുളും. അവൻ ആരായിരിക്കും എന്ന് പറഞ്ഞേ? പുരോഹിതനും ആയിരിക്കും അല്ലേ? പുരോഹിതനും ആയിരിക്കും. വായിക്കും. ആര്? ഏതിന്റെ കീഴിലാണ് ന്യായപ്രമാണം പ്രാപിച്ചത്? ലേവി പൗരോഹിത്യം. വായിക്കും. അഹരോന്റെ ക്രമപ്രകാരമാണ് എന്ത് വരേണ്ടത്? പൗരോഹിത്യം വരേണ്ടത് അല്ലേ? വരേണ്ടത് എന്ന് പറയാതെ മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? വേറൊരു പുരോഹിതനാണ് യേശു. വായിച്ചത്. ന്യായപ്രമാണത്തിന് കൂടെ എന്ത് ചെയ്യണം? മാറ്റം. ഇത് ദൂതൻ മുഖാന്തരം മധ്യസ്ഥലേക്ക് കൊടുത്ത് അതിനും എന്ത് ചെയ്യണം? മാറ്റം വരാൻ പോവാ. വായിക്കും. പറഞ്ഞിരിക്കുന്നുവോ? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. വായിക്കും. അപ്പൊ യഹൂദയിൽ നിന്നാണ് യേശു എന്ത് ചെയ്തത്? ഉദിച്ചത്. ഈ ഗോത്രത്തിലുള്ളവർ ആരും എന്ത് ചെയ്തിട്ടില്ല? പൗരോഹിത്യം ചെയ്തിട്ടില്ല. വായിക്കും. കൽപ്പിച്ചിട്ടില്ല. കാരണം മോശ കൽപ്പിച്ചിട്ടില്ല. മോശയ്ക്ക് ന്യായപ്രമാണം എവിടെ നിന്ന് കിട്ടിയ? ദൂതൻ മുഖാന്തരം കിട്ടിയതാ. വായിക്കും. കണ്ട, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ സദൃശം. കണ്ടോ, മൽക്കിസേദക്കിന്റെ സാദൃശ്യത്തിലാണ് വന്നത്. മൽക്കിസേദക്കല്ല ഇവിടെ വന്നത്, അതിന്റെ സാദൃശ്യം. മനസ്സിലായോ? ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കുക. അവന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ ദൈവത്തിന്റെ ഒരു സാദൃശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ സാദൃശ്യത്തില് വായിക്കും.
സദൃശനായി ഉദിക്കുന്നു. ഉദിക്കുന്നു. ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഉണ്ടാകുക, വരിക, അല്ലേ? അത് തന്നെയാണ് സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത്. ഒരു മുള എന്ന് പറയുമ്പോൾ പുരുഷൻ വരും, അല്ലേ? ഉദിക്കുകയാണ്. വായിക്കേ. ഏറ്റവും അത് തെളിയുന്നു, എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. എന്നേക്കും യേശു വന്നതിന് ശേഷമാണ് എന്നേക്കും. ദൈവത്തിന്റെ ന്യായപ്രമാണമൊക്കെ എന്നേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കും എൻ്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ എന്നേക്കും എന്ന് പറഞ്ഞ ഒരു പീരീഡാണ്. ഈ പുത്രന് കൊടുത്തിരിക്കുന്ന എന്നേക്കും എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്നേക്കുമാണ്. വായിച്ചാട്ടെ, വായിക്കും. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും. ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും പൂർത്തി പ്രാപിച്ചോ? ഒന്നും ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. വായിക്കും. നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ഈ ലേവി ഗോത്രത്തിലുള്ളവർക്ക് എങ്ങനെയാ പുരോഹിതന്മാരായി തീർന്നേ? ആണയില്ലാതെ, ആണ കൂടാതെയാണ് പുരോഹിതന്മാരായി തീർന്നത്. ഇവനോ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് എന്ത് ചെയ്തു? സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. 22 വായിക്കും. എന്നതിന് യേശു എന്ത് ചെയ്തു? വിശേഷമേറിയ നിയമത്തിന് യേശു എന്തായി തീർന്നു? ഉത്തരവാദിയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ പുത്രനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറിയണം. ഉത്തരവാദിയായി തീർന്നു. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് എന്താ? ഇപ്പം പിന്നെ അവരവൻ പുരോഹിതനായിരുന്നല്ലേ? അവരെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? ആ പുരോഹിതം അവളെ കൊണ്ട് എന്ത് ചെയ്തു? പിന്നെ അടുത്ത ആൾക്ക് വേണം കൊടുക്കാൻ, അല്ലേ? മരണം മൂലം മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവരെന്താ? അനേകരാ. അതാരാ? ലേവ്യ ഗോത്രത്തിലുള്ളവരാ, അനേകരാണ്. പിന്നെ ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് കണ്ട. ഇവന് യേശുവിന് ഇനി മരണമുണ്ടോ? യേശു മരിച്ചിട്ട് എന്ത് ചെയ്തു? ഉയർത്തു. അതുകൊണ്ട് ഇനി അവൻ എന്തില്ല? മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വം ഇല്ല. അതുകൊണ്ട് അവൻ എന്നേക്കും മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പം ഈ പിന്നെ അല്ലെങ്കിൽ സഖരിയാവ് പ്രവചിച്ചല്ലേ? അവൻ എന്നേക്കും എന്തായിരിക്കുന്നു? പുരോഹിതനായിരിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചു. ഇവിടെ പുരോഹിതനാണ് ആര്? യേശു. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ന്യായപ്രമാണ കാലത്ത് മോശയായിരുന്നു നമ്മുടെ പുരോഹിതൻ. അന്ന് ജീവിച്ചിരുന്നവരുടെ അവർക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരുന്ന ആരായിരുന്നു? മോശ. ഇടിവിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്ത്? ഇസ്രായേൽ ജനത്തെ കൊന്നുകളയരുതേ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഇടിവിൽ നിന്ന് ആരായിരുന്നു? ആ പുരോഹിതന് പകരം മോശ പറഞ്ഞു, എന്നെപ്പോലെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ മരിച്ചിട്ട് ഉയർത്തിരുന്നിരിക്കാൻ അവൻ എന്നേക്കും ആരായി തീർന്നിരിക്കുക? ഈ യേശുവിനെയാണ് ആരാക്കി മാറ്റിയത്? പുത്രന ദൈവമാക്കി മാറ്റിയത്. വായിച്ചാട്ടെ. അതുകൊണ്ട് അത് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ആരായിരുന്നു? മറ്റുള്ളവർക്ക് എന്ത് ചെയ്യില്ല? മറ്റുള്ള പൗരോഹിത്യം ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ന്യായപ്രമാണം കൊണ്ട് ആരെങ്കിലും പൂർണ്ണമായി രക്ഷപ്പെട്ടോ? ആരും പെട്ടില്ല. വായിച്ചാട്ടെ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനുള്ള നമുക്ക് വേണ്ടത് പവിത്രൻ, നിർദോഷൻ, വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ എന്ത് ചെയ്തു? ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. ഇവൻ പാപിയല്ല. മറ്റുള്ളവരൊക്കെ പുരോഹിതന്മാരൊക്കെ ആരായിരുന്നു? ലേവ്യ ഗോത്രത്തിലുള്ള പുരോഹിതന്മാരൊക്കെ ആരായിരുന്നു? പാപികളായിരുന്നു. അവർക്ക് വേണ്ടി ആദ്യം എന്ത് ചെയ്യും? യാഗം കഴിച്ചു. എന്നിട്ടാണ് അവർ ജനത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ യേശു ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ഇനി യാഗം കഴിക്കേണ്ടി വരുമോ? അവൻ എന്തില്ല? പാപമില്ല. പാപമില്ലാത്തവൻ. വായിച്ചാട്ടെ. അവൻ എങ്ങനെയാ തന്നെത്താൻ അർപ്പിച്ചു? ആര് കൊണ്ട് കൊടുത്തതാണോ? തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു അല്ലോ. കണ്ടോ? ന്യായപ്രമാണം ആരെ മഹാപുരോഹിതന്മാരാക്കിയത്? ബലഹീന മനുഷ്യരെ എന്ത് ചെയ്തു? മഹാപുരോഹിതന്മാരൊക്കെ. എന്ന് വെച്ചാൽ ഈ ബലഹീന മനുഷ്യരൊക്കെ മരിക്കും. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ പുത്രനെ പുരോഹിതനാക്കുക, അല്ലേ? ആ പൗരോഹിതത്തിന് എന്തില്ല? പിതാവില്ല, മാതാവില്ല, ജീവാരംഭമില്ല, ജീവ അവസാനമില്ല. ആ പൗരോഹിത്വം ഇപ്പൊ ആർക്ക് കൊടുത്തിരിക്കുക? എന്നേക്കും ഒരുത്തിന് കൊടുത്തു. അതിനുമുമ്പ് ആർക്ക് ഈ പൗരോഹിത്യം? പിതാവില്ല, മാതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ലാത്ത പൗരോഹിത്വം ആർക്കാ കൊടുത്തിരുന്നത്? ലേവ്യ ഗോത്രത്തിന് കൊടുത്തിരുന്ന. അവർ മരിച്ചു മാറി അടുത്തടുത്ത ആൾക്ക് കൊടുത്തോണ്ടിരുന്നത്. എന്നാൽ ഈ പൗരോഹിത്യം എന്നേക്കും ആർക്ക് കിട്ടി? ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിന്
ഹല്ലേലൂയ സ്തോത്രം കിട്ടി. അതുകൊണ്ട് മുള എന്നു പേരുള്ളവൻ ഒരുവൻ മുളച്ചു വരും. അവൻ ആരായിരിക്കും? അവൻ സിംഹാസനത്തിൽ ഇരിക്കും, അവൻ പുരോഹിതനുമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. നിർദോഷനാണ്, പാപികളിൽ നിന്ന് വേർപെട്ടവനാണ് ഈ പുരോഹിതനെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അറിയണം. ഈ പൗരോഹിത്യമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഈ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പുരോഹിതന്മാരുടെ പുറകെ, ഇന്നും ലോകത്ത് പുരോഹിതന്മാരുണ്ട്. സഭകൾക്കൊക്കെ എന്ത് ചെയ്തു? പുരോഹിതനുണ്ട്, മെത്രാനുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? പക്ഷേ എന്തില്ല, പൗരോഹിത്യമൊക്കെ എന്നേ നിന്നുപോയി. യേശു കർത്താവ് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവം ആ പൗരോഹിത്യം ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ പുത്രൻ ആരെയാണ് നമ്മളെ എങ്ങനെ ആക്കി വെച്ചേക്കുന്നത്? ഒന്നാമത് അപ്പോസ്തലനായും പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരായും ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുക? നിയമിച്ചിരിക്കുക. അതുകൊണ്ട് ഇനി പൗരോഹിത്യം ആർക്കും ഇല്ല. അതുകൊണ്ട് ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നതാണ് നിത്യം. ഈ അറിവ് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതിനായി നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ദൈവപുത്രനെ ഞങ്ങൾ കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ അടുത്ത് വരുന്നു. പരിശുദ്ധ പിതാവേ, വിശുദ്ധ പോൽക്കാലം സത്യദൈവത്തെ ആരാധിപ്പാൻ ദൈവമെന്ന് ഞങ്ങൾ കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പ പിതാവേ, ഇന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ പകർന്ന് ഓർത്ത് സ്തോത്രം. അപ്പ സത്യത്തിൻ്റെ ആത്മാവിനെ സത്യദൈവത്തെ ആരാധിപ്പാൻ ദൈവമെന്ന് കൃപ ചെയ്ത് ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ ഈ സത്യവചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ മാനസാന്തരപ്പെട്ട് ദൈവത്തെയും പുത്രനെയും കുറിച്ചുള്ള അറിവിലേക്ക് വന്ന സത്യേക ദൈവത്തെ യേശു ക്രിസ്തു എന്ന വിശുദ്ധ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ഹല്ലേലൂയ സത്യത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമെന്നാണ്. യേശുവിൻ്റെ നാമത്തിലല്ലാതെ ഒരു രക്ഷയുമില്ല, യേശുവിൻ്റെ നാമത്തിലല്ലാതെ ഒരു വിടുതലുമില്ല, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമെന്നാണ്. യേശുവിനെ കർത്താവായി വിശദീകരിച്ച് സത്യദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാക്കി ദൈവനെ മാറ്റണമേ. ദുരുപദേശത്തിൽ നിന്ന് ദൈവമേ നിന്റെ വചനത്തെ കൂട്ടിക്കൊണ്ട്, അർബുദ വ്യാധി പോലെ ദൈവമേ നിന്റെ വചനത്തെ കൂട്ടിക്കൊണ്ട് പോകുന്ന അനേകരുണ്ട് ദൈവമേ. അവരുടെ ഇടയിൽ നിന്ന് ദൈവമേ നിന്റെ കുഞ്ഞാടുകളെ കർത്താവെ ഹല്ലേലൂയ ചെമ്മരിയാടുകളെ ദൈവമേ നീ വിളിച്ച് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്ന ഈ കാലത്ത് കർത്താവെ, ദൈവപുത്രൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതന്നെ മനുഷ്യപുത്രൻ്റെ വരവിന് സംഭവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവിൽ നിവൃത്തിയായിരിക്കുമ്പോൾ ദൈവമേ സത്യം കേൾക്കുകയും സത്യം അവരെ സ്വന്തമാക്കുകയും ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇത് ദൈവം അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. അടിയും പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും പേരിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ കുടുംബത്തിനും ദൈവം സന്തോഷവും സമാധാനവും കർത്താവെ വിടുതലും ആശ്വാസവും യേശു ക്രിസ്തുവിനെ അവരുടെ മഹാപുരോഹിതനായും കർത്താവായും വിശദീകരിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പക്ഷവാദം കഴിപ്പാൻ ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ടെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവാൻ ദൈവം കൃപ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. ബലപ്പെടുത്താൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ.